ഹിന്ദിയിൽ ഇൻക ചേർത്ത് നമ്മൾ ചോദിക്കുകയും പറയുകയും ചെയ്യാറുണ്ട്. ഉൻക, ഇൻക, കിൻക. എപ്പോഴെങ്ങനെയൊക്കെ ഈ വാക്കുകൾ നമുക്ക് ചോദിക്കാൻ അല്ലെങ്കിൽ പറയാനായിട്ട് ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. കിൻക എന്ന് പറഞ്ഞാൽ ആരുടെ, ഉൻക എന്ന് പറഞ്ഞാൽ അയാളുടെ അല്ലെങ്കിൽ അവരുടെ ബഹുമാന സൂചകമായിട്ട് പറയുമ്പോഴാണ് ഈ ജിൻക, കിൻക, ഉൻക ഒക്കെ നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ജിസ്ക, ഉസ്ക, കിസ്കയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളെക്കാട്ടിൽ പ്രായം കൂടിയവരായിരിക്കാം, ചിലപ്പോൾ ഉയർന്ന അധികാരികളൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ മാതാപിതാക്കളോ നമ്മൾ ബഹുമാനിക്കുന്ന ആരെങ്കിലും ഒക്കെ ആയിരിക്കാം. അവരെക്കുറിച്ച് അവരെ ഉൾപ്പെടുത്തിയൊക്കെ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്നത് കിസ്ക, ചിസ്ക, ഉസ്ക അല്ല, ജിൻക, കിൻക, ഉൻക ഒക്കെയാണ്. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് മനസ്സിലാക്കാം. ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ആൾക്കാർ കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിലോ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ കൈ കിട്ടുന്നു, അല്ലെങ്കിൽ നമ്മൾ കണ്ടുമുട്ടുന്നു, അവിടെ കിടക്കുന്നു. അപ്പം അത് തിരക്കി അറിയാൻ വേണ്ടി ചോദിക്കുമ്പോൾ നമുക്കറിയില്ലല്ലോ ആരുടെയാണെന്നുള്ള. അപ്പോൾ കിസ്ക ചേർത്ത് ചോദിക്കുന്നതിന് പകരമായിട്ട് ബഹുമാന സൂചകമായി ചോദിക്കണമെങ്കിൽ കിൻക ചോദിക്കാം. കിൻക ഹേ, അറിയില്ലല്ലോ, അപ്പോൾ ആരുടെയാണെന്ന് ചോദിക്കാൻ കിൻക ചോദിക്കാം. അപ്പോൾ അറിയത്തില്ലെങ്കിൽ അപ്പോൾ ആർക്കെങ്കിലും ആരോടെങ്കിലും ചോദിക്കുന്നു, അപ്പോൾ അറിയാവുന്ന ഒരാൾ പറയുകയാണ്, ഓ അത് അവരുടേതാണ് അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ആണെന്ന് പറയുമ്പോൾ ഉൻകാ ഹേ എന്ന് പറയും. അപ്പോൾ ചോദിക്കുമ്പോൾ കിൻക ചേർത്ത് ചോദിക്കുന്നു, ഉത്തരം പറയുമ്പോൾ അറിയാമെങ്കിൽ ഉൻക പറയുന്നു. ഈ അദ്ദേഹം അല്ലെങ്കിൽ അവർ ദൂരത്താണെങ്കിൽ ഉൻക ചേർക്കുന്നു, അല്ലെങ്കിൽ ആ ആള് അല്ലെ അവര് ആരെയാണോ നമ്മൾ ബഹുമാനത്തോട് പറയുന്നത് അടുത്താണെങ്കിൽ ഇൻക ചേർക്കുന്നു. അപ്പോൾ ദൂരത്ത് ഉൻക, അടുത്ത് ഇൻക. കിൻക ആരുടെ, ഇൻക ഇയാളുടെ ഇവരുടെ, ഉൻക അയാളുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ. കിൻക, ഇൻക, ഉൻക നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ജിൻക എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? നമ്മളിപ്പോൾ കണ്ട വാക്യങ്ങളെല്ലാം ഒറ്റ വാക്യത്തിലാണ് നേരിട്ട് ആ വാക്ക് കിസ്ക ചേർത്ത് ഉൻക ചേർത്ത് തുടങ്ങി. എന്നാൽ ചെറിയ രണ്ട് വാക്യങ്ങൾ കൂട്ടിച്ചേർന്ന് വരുമ്പോഴാണ് ജിൻക ഉപയോഗിക്കുന്നത്. ജിൻക ഹേ ഉൻകോ ദോ, ആരുടെയാണ് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുക. അപ്പോൾ ഒരു സാധനം ആരെങ്കിലും നമ്മുടെ അടുക്കൽ കൊണ്ടുവരുന്നു, അപ്പോൾ നമുക്കത് താല്പര്യമില്ല, നമുക്കറിയത്തില്ല അതാരുടെ കയ്യിൽ നിന്നാണ് എവിടെ നിന്നാണ് കിട്ടിയതെന്നുള്ളത്. അപ്പോൾ ആ സമയത്തിൽ അങ്ങനൊരു സന്ദർഭം ഉണ്ടായാൽ ആ സന്ദർഭത്തിൽ നമുക്കത് തിരസ്കരിക്കണമെങ്കിൽ, അത് സ്വീകരിക്കാതിരിക്കണമെങ്കിൽ ആ മേടിച്ചുകൊണ്ട് വന്ന ആളിന് ആരുടെ നിന്നാണത് കിട്ടിയത് ആ ആളിൽ നിന്ന് കൊടുക്കുക എന്ന് പറയുന്നതായ പോലുള്ള സന്ദർഭങ്ങളിൽ ജിൻകായെ ഉൻകോ ദോ പറയാം. ഈ കിൻകായും ജിൻകായും ഒക്കെ ബഹുവചനമായിട്ട് ഉപയോഗിക്കുമെങ്കിലും കൂടുതലായിട്ടും ഏകവചനമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യം അറിയാവുന്നവർ ഇത് ഇരട്ടിച്ച് പറയും, കിൻ കിൻക, ജിൻ ജിൻക. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ ഉടമസ്ഥാവകാശം ഉണ്ടെന്ന് ബോധ്യമുള്ളതായ സമയത്ത് കിൻക അല്ല കിൻ കിൻക ചോദിക്കാം. ജിൻ ജിൻകായും പറയാം. ജിൻ ജിൻക ഹേ ഉൻകോ ദേ ദോ, ജിൻ ജിൻക ഹേ ഉൻകോ ദോ, കിൻ കിൻക ഹേ ഉൻകോ ദോ. പിന്നെ ഉൻകോ ദോ അവിടെ ഇരട്ടിക്കേണ്ട കാര്യം വരുന്നില്ല. ഒരു പ്രാവശ്യം ജിൻ ജിൻക പറഞ്ഞാൽ കിൻ കിൻക പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തുടർന്ന് അവിടെ വാക്ക് ഇരട്ടിച്ച് പറയേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ കിൻക, ജിൻക, ഉൻക, ഇൻക ഒക്കെ ചേർത്ത് നമുക്ക് ഹിന്ദിയിൽ പറയാനായിട്ട് കഴിയും, ചോദിക്കാനും കഴിയും.